ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ യാത്രാ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ് വൻ ദുരന്തം. വിമാനത്തിലുണ്ടായിരുന്നത് 242 പേർ. ദുരന്തത്തിനിരയായവരിൽ പത്തനംതിട്ട സ്വദേശിനിയും. ദുരന്തബാധിതർക്കൊപ്പം രാജ്യം നിലകൊള്ളുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൃദയഭേദകമായ ദുരന്തമാണുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കിയതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. എയർ ഇന്ത്യ യാത്രാ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ് വൻ ദുരന്തം. നിരവധി പേർ മരിച്ചതായാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന AI-171 വിമാനത്തിൽ 12 ജീവനക്കാരുൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 169 ഇന്ത്യക്കാർക്ക് പുറമെ 53 ബ്രിട്ടീഷ് പൌരന്മാരും 7 പോർച്ചുഗൽ പൌരന്മാരും ഒരു കനേഡിയൻ പൌരനും ഉൾപ്പെടുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരും അപകടത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അഹമ്മദാബാദിലെ മേഘാനി നഗർ മേഖലയിലാണ് അപകടമുണ്ടായത്. ഉച്ചതിരിഞ്ഞ് 1:38 പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം താഴെ വീണ് തകർന്ന് തീപിടിക്കുകയായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന വിഭാഗവും പോലീസും CISFും ഉടൻ തന്നെ അപകടസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കരസേനാംഗങ്ങളെയും ദൌത്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം അറിയുന്നതിനായി വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ വിമാനാപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. അതിദാരുണമായ അപകടമാണുണ്ടായതെന്നും ദുരന്തബാധിതർക്കൊപ്പം രാജ്യം നിലകൊള്ളുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. ഹൃദയഭേദകമായ ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുമായും അധികൃതരുമായും സംസാരിച്ച് അദ്ദേഹം ദുരന്ത സാഹചര്യം വിലയിരുത്തി. എല്ലാ അടിയന്തര സഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള പ്രമുഖരും വിമാന അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ദുരന്ത സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും അല്പസമയത്തിനകം അഹമ്മദാബാദിൽ എത്തും. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ എയർ ഇന്ത്യ ചെയർമാൻ N. ചന്ദ്രശേഖരൻ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എയർ ഇന്ത്യ നൽകുമെന്ന് അറിയിച്ചു. വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. അപകട സാഹചര്യവും രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. അന്വേഷണം പുരോഗമിക്കുന്നതായും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. जांच तो शुरू है, वरिष्ठ लेवल पे हमारी मीटिंग भी अभी यहाँ पे हुई है. तो एक्चुअली उसमें रीजन क्या है, कितनी कैजुअलिटीज है और वहाँ पे अभी इमरजेंसी में जो बचाव राहत का कार्य चल रहा है उस पर चर्चा हुई है कि जो वहाँ पे लोग फंसे हैं, जो लोग अभी वहाँ पे इंजर्ड है, उनको बाहर निकालना है, उनको इमरजेंसी में मदद करना है. तो इसीलिए हमारी टीम अभी जुड़ी है. വിമാന അപകടത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 4 മണിയോടെ നിയന്ത്രിതമായി പുനരാരംഭിച്ചു. വിമാന സർവീസുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് യാത്രക്കാർ അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടേണ്ടതാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള യാത്രക്കാരുടെ സൌകര്യാർത്ഥം ഇന്ത്യൻ റെയിൽവേ 2 പ്രത്യേക ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തി. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കും ന്യൂഡൽഹിയിലേക്കുമാണ് സർവീസുകൾ. അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി 1800569144 എന്ന പാസഞ്ചർ ഹോട്ട്ലൈൻ നമ്പർ സജ്ജീകരിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. അഹമ്മദാബാദ് വിമാനത്താവളത്തിലും 9974111327 എന്ന നമ്പറിൽ ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയവും 01126100843 9650391859 എന്നീ നമ്പറുകളിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചു.
2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13-ാം വകുപ്പ് ഒഴിവാക്കിയ നിയമം ഭേദഗതി ചെയ്തതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഈ വകുപ്പ് നീക്കം ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായവരെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും 13-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ഇതുമൂലം സാധിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ മാസം 19-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർ പഞ്ചായത്ത് തല പ്രചാരണം തുടരുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. കേരളം നിലമ്പൂരിലേക്ക് ഒഴുകിയതോടെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന്റെ വീറും വാശിയും എങ്ങും പ്രകടമാണ്. പോളിംഗിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ വിജയത്തിനായി എല്ലാ തന്ത്രങ്ങളും കരുനീക്കങ്ങളുമായി 3 മുന്നണികളുടെയും സംസ്ഥാന നേതൃത്വം നിലമ്പൂരിൽ തമ്പടിക്കുകയാണ്. കോർണർ യോഗങ്ങളിലൂടെ പരമാവധി വോട്ടർമാരെ അടുത്തറിയാനും വോട്ടുറപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്ക ഗാന്ധി MPയും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ജനങ്ങളെ കാണുന്നതോടെ നിലമ്പൂർ പോര് രാഷ്ട്രീയമായി കനക്കുക തന്നെ ചെയ്യും. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള ശ്രമം തുടരുന്നു. തീ ഇതിനകം തന്നെ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം ഡ്രൈ കെമിക്കൽ പൌഡർ വിതറുകയാണ്. തീരരക്ഷാസേനയുടെ കപ്പലുകളും വ്യോമസേന ഹെലികോപ്റ്ററുകളും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നു. രാജ്യത്ത് നിലവിൽ 7154 പേർ കോവിഡ് ചികിത്സയിൽ കഴിയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള കേരളത്തിൽ 2165 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ മുൻ ദിവസത്തേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തിരയുന്നതിനിടെയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കോട്ടയം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃശൂർ ചാവക്കാട് മിന്നൽ ചുഴലിയിൽ തിരുവത്ര പുത്തൻ കടപ്പുറം HI മദ്രസ പരിസരത്ത് വ്യാപക നാശനഷ്ടം. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് 2 പേർക്ക് പരിക്കേറ്റു. KAS ഓഫീസർ തസ്തികയിലേക്ക് മറ്റന്നാൾ നടത്തുന്ന OMR പരീക്ഷയുടെ തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലെ 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടെന്ന് PSC അറിയിച്ചു. തിരുവനന്തപുരം വലിയതുറ സെന്റ് ആന്റണീസ് HSSലെ പരീക്ഷാ കേന്ദ്രം ലൂർദ്പുരം സെന്റ് ഹെലൻസ് GHSSലേക്കും ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് HSലേത് ഏറ്റുമാനൂർ ഗവൺമെന്റ് VHSSലേക്കുമാണ് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 823 പോയിന്റ് നഷ്ടത്തിൽ 81,691ലും നിഫ്റ്റി 253 പോയിന്റ് കുറഞ്ഞ് 24,888ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 80 രൂപ കൂടി 9,100 രൂപയും പവന് 640 രൂപ വർദ്ധിച്ച് 72,800 രൂപയുമാണ് ഇന്നത്തെ വില. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 21 രാവിലെ 6:30 മുതൽ 7:40 വരെയായിരിക്കും പരിപാടികൾ നടക്കുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പാലിയേറ്റീവ് കെയറിൽ കഴിയുന്ന കിടപ്പ് രോഗിക്ക് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയ കോഴിക്കോട്ടെ വ്യാജ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ച് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മാറാട് മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം റെയ്ഡ് നടത്തി. സ്ഥാപന ഉടമയായ EK കണ്ണനെതിരെ പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. എയർ ഇന്ത്യ യാത്രാ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ് വൻ ദുരന്തം. വിമാനത്തിലുണ്ടായിരുന്നത് 242 പേർ. ദുരന്തത്തിനിരയായവരിൽ പത്തനംതിട്ട സ്വദേശിനിയും. ദുരന്തബാധിതർക്കൊപ്പം രാജ്യം നിലകൊള്ളുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൃദയഭേദകമായ ദുരന്തമാണുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും.
ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കിയതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 7 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.